ഹലോ റമേഷ്. അങ്ങനെ ഇന്ത്യ ഇംഗ്ലണ്ട് T20 പരമ്പരയിലെ 5ാം T20 മത്സരത്തിലും ഇന്ത്യ ദയനീയമായി തോൽവിയേറ്റു വാങ്ങിയിരിക്കുകയാണ്. ഇന്നലെ സതാംപ്ടണിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഇന്ത്യ 56 റൺസിനാണ് ഇംഗ്ലണ്ടിനോട് തോറ്റത്. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നിശ്ചിത 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 257 എന്നൊരു വൻ ടോട്ടലാണ് ഇന്ത്യക്ക് മുമ്പിൽ വെച്ചത്. പക്ഷേ മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യ 8 വിക്കറ്റ് നഷ്ടത്തിൽ വെറും 201 റൺസിന് തങ്ങളുടെ ഇന്നിങ്സ് അവസാനിപ്പിക്കുകയായിരുന്നു. ഇന്നലെ ഇംഗ്ലണ്ടിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുത്തത് മറ്റാരുമല്ല, നമ്മുടെ ജോസാണ്. ജോസ് ബട്ട്ലർ ഇന്നലെ 64 പന്തിൽ 12 ഫോറും 8 സിക്സും ഉൾപ്പെടെ 131 റൺസാണ് ഇംഗ്ലണ്ടിന് വേണ്ടി അടിച്ചെടുത്തത്. ജോസ് ബട്ട്ലർ തന്നെയാണ് ഇന്നലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആയത്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കിൻ്റെ കാര്യം. ഹാരി ബ്രൂക്ക് ഇന്നലെ 45 പന്തിൽ 4 ഫോറും 8 സിക്സും തന്നെ അടിച്ച് 95 റൺസാണ്. അതായത് ജോസ് ബട്ട്ലറും ഹാരി ബ്രൂക്കും ചേർന്ന് 2ാം വിക്കറ്റിൽ കൂട്ടിച്ചേർത്ത് 231 റൺസാണ്. പരമ്പരയിലുടനീളം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കാണ് പ്ലെയർ ഓഫ് ദ സീരീസ് ആയത്. അപ്പോൾ നമുക്ക് ഇന്ന് നടന്ന മത്സരത്തിലേക്കും ഇന്ത്യയുടെ തോൽവിയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മത്സരത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഇന്നലെ ഇന്ത്യക്ക് തന്നെയാണ് വീണ്ടും ടോസ് ലഭിച്ചത്. ശ്രേയസ് അയ്യർ അങ്ങനെ ഒരു കാര്യത്തിൽ ഒരു വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് തുടർച്ചയായ ക്യാപ്റ്റനായ 7ാം മത്സരത്തിൽ ശ്രേയസ് അയ്യർ തന്നെയാണ് ടോസ് നേടിയത്. അങ്ങനെ ടോസ് നേടിയ ശ്രേയസ് അയ്യർ ബോളിംഗ് തന്നെ എടുക്കുകയായിരുന്നു. ഇന്നലെ ഇന്ത്യൻ ടീം കുറച്ച് വൈകിയാണ് സ്റ്റേഡിയത്തിലെത്തിയത്. പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല, തോക്കാൻ തന്നെയല്ല പോകണമെന്ന് വിചാരിച്ചാൽ പതുക്കെ പോയാലും മതി എന്നൊരു ആറ്റിറ്റ്യൂഡിലായിരിക്കും. ഒരു പക്ഷേ മത്സരം 7 മണിക്ക് തുടങ്ങുന്നതിന് പകരം 7:15 ടോസ് ഇട്ട് 7:30 ഇന്നലെ മത്സരം ആരംഭിച്ചത്. ഇംഗ്ലണ്ട് ടീമിൽ ഒരു മാറ്റവും ഇന്ത്യൻ ടീമിൽ 2 മാറ്റങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇംഗ്ലണ്ട് ടീമിൽ റഹാൻ അഹമ്മദിന് പകരം ലിയാൻ ഡേവിസണും, അതുപോലെ ഇന്ത്യൻ ടീമിലെ മറ്റൊരു ചേഞ്ച് എന്ന് വെച്ചാൽ വൈഭവ് സൂര്യവംശിക്ക് പകരം നമ്മുടെ സഞ്ജു സാംസൺ വീണ്ടും ഇന്നലെ പ്ലേയിങ് 11ലേക്ക് എത്തി. അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദറിനെ മാറ്റി സൂര്യാൻഷ് അജയ് ഇന്നലെ ഇന്ത്യ പ്ലേയിങ്ങിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇംഗ്ലണ്ടിൻ്റെ ഓപ്പണറായ ഫിൽ സാറ്റിനെ 2ാം ഓവറിൽ തന്നെ പറഞ്ഞയച്ച് നമ്മുടെ ഇന്ത്യൻ ബോളർ പ്രസിദ്ധ് കൃഷ്ണ വെറും 6 റൺസ് മാത്രമേ ഫിൽ സാറ്റിന് ഇന്നലെ നേടാൻ സാധിച്ചുള്ളൂ. അങ്ങനെ ഈ മത്സരമെങ്കിലും ഇന്ത്യ ജയിക്കുമെന്ന് നമ്മളെ കൊണ്ട് തോന്നിച്ചുവെങ്കിലും 2ാം വിക്കറ്റിൽ ഒത്തുചേർന്ന ജോസ് ബട്ട്ലറും ഹാരി ബ്രൂക്കും ചേർന്ന ആ ഒരു ആത്മവിശ്വാസമൊക്കെ ഇല്ലാതായി കളഞ്ഞു. മത്സരത്തിൻ്റെ 2ാം ഓവറിൽ ഒത്തുചേർന്ന ഹാരി ബ്രൂക്കും ജോസ് ബട്ട്ലറും പിരിഞ്ഞത് മത്സരത്തിൻ്റെ 19ാം ഓവറിലാണ്. അതായത് 2ാം വിക്കറ്റിൽ ഇരുവരും കൂടി അടിച്ചു കൂട്ടിയത് 233 റൺസ്. അതായത് T20 റെക്കോർഡിലെ ഏറ്റവും ഹയസ്റ്റ് പാർട്ട്ണർഷിപ്പാണ് ജോസ് ബട്ട്ലറും ഹാരി ബ്രൂക്കും ചേർന്ന് നേടിയത്. 2ാം വിക്കറ്റിൽ 233 റൺസ്. കൂടുതൽ അക്രമകാരിയായത് മറ്റാരുമല്ല, നമ്മുടെ ജോസ് ബട്ട്ലറാണ്. അദ്ദേഹം 12 ഫോറും 8 സിക്സും ഉൾപ്പെടെ 64 പന്തിൽ 131 റൺസാണ് നേടിയത്. 200 സ്ട്രൈക്ക് റേറ്റിൽ 200 അബോവ് സ്ട്രൈക്കിൽ. മറ്റൊരു വശത്ത് ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് 45 പന്തിൽ 4 ഫോറും 8 സിക്സും ഉൾപ്പെടെ 95 റൺസ്. അതായത് സെഞ്ചുറിക്ക് 5 റൺസ് അകലെ അദ്ദേഹം നോട്ട് ഔട്ടായിരുന്നു. ബട്ട് അപ്പോഴേക്കും ഓവേഴ്സ് കഴിയുകയായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഒരേ തരത്തിൽ ഇന്ത്യൻ ബോളർമാരെ അടിച്ച് ഒതുക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ മെയിൻ പേസ് ബോളർമാരും സ്പിൻ ബോളേഴ്സൊക്കെ മാറി മാറി എറിഞ്ഞിട്ടും ജോസ് ബട്ട്ലറിനെയും ഹാരി ബ്രൂക്കിനെയും തൊടാൻ സാധിച്ചില്ല. എന്നാൽ 19ാം ഓവർ അറിയാമെന്ന ശിവൻ ദുബെയാണ് ജോസ് ബട്ട്ലറിനെ വീഴ്ത്തി ഒരു ആശ്വാസം ഇന്ത്യക്ക് നൽകിയത്. ഞാൻ കഴിഞ്ഞ മത്സരങ്ങൾക്ക് പറഞ്ഞിരുന്നു എന്തുകൊണ്ട് ശിവൻ ദുബെക്ക് ഓവർ കൊടുക്കുന്നില്ല, സ്പിന്നേഴ്സൊക്കെ മറുവശത്ത് അടി വാങ്ങി കൂട്ടുകയായിരുന്നു. ഒരു പക്ഷേ ഒരു ഫാസ്റ്റ് ബോളറോ അല്ലെങ്കിൽ ഒരു മീഡിയം പേസ് ബോളറെ കൂടെ ഉപയോഗിക്കാമെന്ന് ശ്രേയസ് അയ്യറിന് എന്തുകൊണ്ട് തോന്നുന്നില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ കളി ശിവൻ ദുബെ 19ാം ഓവറിൽ, അതായത് ഇത്രയും അടി വാങ്ങി കൂട്ടിയിട്ടും ഉപയോഗിക്കാതെ 19ാം ഓവറിലാണ് ശിവൻ ദുബെ പന്തേൽപ്പിക്കുന്നതും. ശിവൻ ദുബെ ആ ഓവറിൽ തന്നെ ജേക്കബ് ബട്ട്ലറിനെയും ജോസ് ബട്ട്ലറിനെയും പുറത്താക്കി ഇന്ത്യക്ക് ഒരു ആശ്വാസം സമ്മാനിച്ചത്. അങ്ങനെ 257 എന്നൊരു വലിയൊരു ടോട്ടലാണ് ഇന്ത്യക്ക് മുമ്പിൽ വെച്ചത്. വെറും 3 വിക്കറ്റ് നഷ്ടത്തിൽ ഇംഗ്ലണ്ട് നേടിയത്. ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് അവിടെ മറുവശത്ത് പുറത്താകാതെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇംഗ്ലണ്ട് ഇന്നിങ്സിൻ്റെ നെടുന്തൂണായത് ഹാരി ബ്രൂക്കും ജോസ് ബട്ട്ലറും കൂടിയാണ്. ഇന്ത്യൻ ബോളിങ്ങിൽ ഇംഗ്ലണ്ട് ബാറ്റർമാരുടെ ചൂട് ശരിക്കും പറഞ്ഞത് പ്രിൻസ് യാദവും അക്സർ പട്ടേലുമാണ്. പ്രിൻസ് യാദവ് 4 ഓവറിൽ 60 റൺസും അക്സർ പട്ടേൽ 4 ഓവറിൽ 63 റൺസാണ് ഇംഗ്ലണ്ടിന് വിട്ടുകൊടുത്തത്. കുറച്ചെങ്കിലും ഒരു ഭേദപ്പെട്ട ബോളിംഗ് വെച്ച് അർഷ്ദീപ് സിംഗ് ആണ് 4 ഓവറിൽ 33 റൺസ് മാത്രം വിട്ടുകൊടുത്തുള്ളൂ. അങ്ങനെ ഇംഗ്ലണ്ടിനെ ഒരു കൂറ്റൻ സ്കോർ ചേസ് ചെയ്യാനായി ഇന്ത്യൻ ഓപ്പണേഴ്സായിട്ട് സഞ്ജുവും അഭിഷേകും വരുന്നു. വീണ്ടും ആർച്ചർ തന്നെ തുടക്കത്തിലെ ഇന്ത്യയെ വീഴ്ത്തുന്ന ഇത്തവണ ഇരയായത് അഭിഷേക് ശർമ്മയാണ്. അഭിഷേക് ശർമ്മ വെറും 3 റൺസിന് ആർച്ചറിൻ്റെ ബോളിൽ പുറത്താവുകയായിരുന്നു.
ജോസ് ബട്ട്ലറിന് ക്യാച്ചാക്കി, ഒരു കീപ്പർ ക്യാച്ചായിരുന്നു. മറുവശത്ത് നമ്മുടെ സഞ്ജു സാംസൺ ഇന്ത്യക്ക് നല്ലൊരു മികച്ച സ്റ്റാർട്ട് തന്നെയാണ് നൽകിയത്. പവർ പ്ലേ തന്നെ ഇന്ത്യയെ 5 ഓവർ 50 റൺസ് കിടക്കാൻ ഇന്ത്യയെ സഹായിക്കുകയായിരുന്നു. എന്നാൽ പവർ പ്ലേയിലെ അവസാന ഓവറിൽ ജേക്കബ് ബദലിന് ക്യാച്ച് നൽകി സാം കറൻ സഞ്ജുവിനെ പുറത്താക്കുകയായിരുന്നു. 14 പന്തിൽ 3 4ഉം 2 6ഉം ഉൾപ്പെടെ 27 റൺസാണ് സഞ്ജു ഇന്നലെ അടിച്ചെടുത്തത്. ഒരു പക്ഷേ നല്ലൊരു കിടിലൻ ഇന്നിങ്സ് സഞ്ജുവിൽ നിന്ന് കാണാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഈ ഒരു പുറത്താകൽ. നമ്മളെല്ലാവരും ആഗ്രഹിച്ചത് സഞ്ജുവിൻ്റെ ഒരു തിരിച്ചുവരവും ഇന്ത്യയുടെ ഒരു ജയമാണ്. പക്ഷെ അതുകൊണ്ടായില്ലേ, സഞ്ജു ചെറുതായിട്ടൊന്ന് കത്തി. എന്നാൽ ആ ഒരു കത്തൽ പവർ പ്ലേയിൽ തന്നെ അവസാനിക്കുകയായിരുന്നു. പിന്നീട് വന്ന് ഇഷാൻ കിഷനായാലും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും ചേർന്ന് ഇന്ത്യൻ ഇന്നിങ്സിന് ആ ഒരു പേസ് കുറയാതെ തന്നെ ഇന്ത്യൻ ഇന്നിങ്സിന് കൊണ്ടുപോയായിരുന്നു. 10 ഓവറിനുള്ളിൽ തന്നെ ഇന്ത്യൻ സ്കോർ 110 ഇരുവർക്കും സാധിച്ചെങ്കിലും 11ാം ഓവറിലെ ആദ്യ പന്തിൽ തന്നെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ലിയാം ഡേവിസിൻ്റെ ബോളിൽ സാം കറന് ക്യാച്ച് നൽകി പുറത്താവുകയായിരുന്നു. 16 പന്തിൽ 4 4 ഉൾപ്പെടെ 28 റൺസാണ് ശ്രേയസ് അയ്യറിന് ഇന്നലെ ഇന്ത്യക്ക് വേണ്ടി നേടാൻ സാധിച്ചത്. പിന്നീട് 13ാം ഓവറിൽ ആദിൽ റഷീദ് ഇഷാൻ കിഷനെയും പുറത്താക്കിയതോടുകൂടി ഇന്ത്യ നെക്സ്റ്റ് തോൽവിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് മനസ്സിലായി. ഇഷാൻ കിഷൻ ഇന്നലെ 35 പന്തിൽ 7 4ഉം 2 6ഉം ഉൾപ്പെടെ 56 റൺസാണ് ഇന്നലെ ഇന്ത്യക്ക് വേണ്ടി നേടിയത്. പിന്നെ തിലക് വർമ്മയുടെ ഒരു പോരാട്ടം കണ്ടെങ്കിലും ആ ഒരു പോരാട്ടം മതിയാകുന്നതായിരുന്നില്ല ഇന്ത്യക്ക് ഇന്നലെ വിജയം നേടിയെടുക്കാൻ. തിലക് വർമ്മ ഇന്നലെ 25 പന്തിൽ 3 4ഉം 4 6ഉം ഉൾപ്പെടെ 53 റൺസാണ് ഇന്നലെ ഇന്ത്യക്ക് വേണ്ടി നേടിയത്. തിലക് വർമ്മയുടെ ഒരു കംബാക്ക് ഇന്നലെ കണ്ടു. അദ്ദേഹം നന്നായി ബാറ്റ് ചെയ്തു. ഓവർ 200 സ്ട്രൈക്ക് റേറ്റിലാണ് ഇന്നലെ തിലക് വർമ്മ ബാറ്റ് ചെയ്തത്. നല്ലൊരു കിടിലൻ ഇന്നിങ്സ് തന്നെയായിരുന്നു ഇവിടെ തിലക് വർമ്മയുടെ കണ്ടത്. അങ്ങനെ കൃത്യമായ ഇടവേളകളിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ കൂടാരം കയറിയതോടുകൂടി ഇന്ത്യ 20 ഓവറിൽ 201 റൺസിന് ഓൾ ഔട്ടായിരുന്നു. ഇംഗ്ലണ്ട് ടോട്ടലായ 287 56 റൺസ് അകലെ ഇന്ത്യയുടെ വീരോചിത ഇന്നിങ്സ്. അത്യാവശ്യം നന്നായി കളിച്ചു. അത്യാവശ്യം ബാറ്റിംഗ് ഇഷാൻ കിഷനായാലും ശ്രേയസ് അയ്യരും തിലക് വർമ്മയും ഇവൻ സഞ്ജു അടക്കം നല്ലൊരു സ്റ്റാർട്ട് നൽകാൻ ഇന്ത്യക്ക് സാധിച്ചു. ബട്ട് ഇംഗ്ലണ്ട് ഉയർത്തിയ ആ ഒരു വലിയ ടോട്ടൽ എത്തിപ്പിടിക്കാൻ ഇന്ത്യക്ക് ഈ ഒരു കളി മതിയാകുന്നില്ല. ഇന്ത്യൻ ബോളർമാരുടെ ഇന്ത്യൻ ബോളിങ്ങിൻ്റെ ഒരു വൻ ശോചനീയാവസ്ഥയാണ് ഈ സീസണിൽ കൂടുതലും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പ്രിൻസ് യാദവിനെ പോലെ അൺഎക്സ്പീരിയൻസ് ബോളർ ഉൾപ്പെടുത്തി, അതുപോലെ കൂടുതൽ സ്പിന്നേഴ്സിനെ നമ്മൾ കൂടുതൽ ആശ്രയിച്ച് ഡിപ്പെൻഡ് ചെയ്തത്. ഒരു പക്ഷേ ശിവൻ ദുബെ പോലെയുള്ള പാർട്ട് ടൈം പേസർമാർ ഇന്ത്യൻ ടീമിലുള്ളപ്പോൾ തന്നെ ഇതുപോലുള്ള പരിപാടി ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ ഭാഗത്തു നിന്നുള്ളത് വളരെ വളരെ അൺവേർഡായി പോയി. ഹാർദിക് പാണ്ഡ്യ എന്നൊരു പാർട്ട് ടൈം ബോളറുടെ ഒരു വിടവ് ശരിക്കും ഇന്ത്യൻ ടീമിൽ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളാണ് ഇന്ത്യയുടെ ഈ ഒരു സമ്പൂർണ്ണ തോൽവിക്ക് കാരണം. പിന്നെ ഇത്ര നാൾ ഇന്ത്യൻ പിച്ചിൽ കളിച്ച് പെട്ടെന്നൊരു ചേഞ്ച് വന്നത്, വിദേശ പിച്ചിലേക്ക് ചേഞ്ച് വന്നത് ഇന്ത്യക്ക് ഇപ്പോൾ എടുത്തുവിടാൻ സാധിച്ചില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതും പുതിയൊരു ക്യാപ്റ്റൻ, പുതിയൊരു ടീമിൻ്റെ മുമ്പിൽ അത് കുറച്ച് വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയുടെ ഈ കണ്ടിന്യൂസ് തോൽവികൾക്കുള്ള കാരണം. അപ്പോൾ ഇനി ODI മത്സരങ്ങളാണ് വരുന്നത്. 3 ODIs ആണ് വരുന്നത്. അതിൽ നമ്മുടെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ T20 ആ ഒരു ക്ഷീണമൊക്കെ ODIs തീർക്കട്ടെ. അപ്പോൾ അടുത്തൊരു മത്സരത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും.